അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. ഒരു മുസ്ലിം ഒരു ചെടി നടുകയോ മരം നടുകയോ ചെയ്ത് അതിൽ നിന്ന് മനുഷ്യനോ പക്ഷിയോ മൃഗമോ ഭക്ഷിച്ചാലും അത് അയാൾക്ക് സ്വതക്കയായി ധർമ്മമായി ഭവിക്കും എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്ത മറ്റൊരു ഹദീസിൽ ലോകം അവസാനിക്കാറായി എന്ന് കാണുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ഒരു തൈ നടുക എന്ന ആശയവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഹദീസുകളും പറഞ്ഞു വെക്കുന്നത് ലാഭേച്ഛയില്ലാതെയും നിസ്വാർത്ഥമായും നിങ്ങൾ കൃഷിയും മരം നടിയിലും ഒക്കെ നടത്തൂ എന്ന ആഹ്വാനാണ്. കാരണം അവിടെ ലാഭമുണ്ടാകുന്നതിന് ഭൗതികമായി ഇഹലോകത്ത് ലാഭമുണ്ടാകുന്നതിന് തടസ്സമില്ല. കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാകുന്നതിന് ആദായമുണ്ടാകുന്നതിന് തടസ്സമില്ല. അതേസമയം നിങ്ങൾ കൃഷി ഇറക്കി അതിൽ നിന്ന് പക്ഷികളോ മൃഗങ്ങളോ മനുഷ്യരോ അങ്ങ് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പോലും ലോകാവസാനം വരാനിരിക്കെ ഒരു തൈ നടുന്നതിൽ ഭൗതികമായ നിങ്ങൾക്ക് നേട്ടമില്ലാതിരിക്കലും നിങ്ങളത് ചെയ്യൂ എന്നതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരിസ്ഥിതിക സമീപനത്തെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആദായമില്ല എന്ന് കരുതുമ്പോഴും അത് ആദായകരം തന്നെയാണ് എന്ന് നമുക്ക് ഇസ്ലാമിൻ്റെ ആത്മീയമായ പരിപ്രേക്ഷ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഇതിനെ നമുക്ക് ഇഹലോകത്ത് തന്നെ ആദായകരമായ ഒരു ഏർപ്പാടാക്കി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ എനിക്കൊരു 5 ഏക്കർ ഭൂമി മല മുകളിലുണ്ട് എന്ന് സങ്കല്പിക്കുക. അത് ഇപ്പോൾ അവിടെ അങ്ങനെ കിടക്കുകയാണ്. അതായത് ഈ ഹദീസുകളുടെ ഉള്ളടക്കം പോലെ എനിക്ക് വ്യക്തിപരമായി ഒരു നേട്ടവും ആദായവും ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ്. അതേസമയം ആ 5 ഏക്കർ ഭൂമി വനം നിർവഹിക്കുന്ന ദൗത്യമുണ്ട്. അത് അന്തരീക്ഷ താപനിലയെ ക്രമീകരിക്കുന്നുണ്ട്, മണ്ണൊലിപ്പ് തടയുന്നുണ്ട്, മഴയ്ക്ക് ഒരു കാരണമായി ഭവിക്കുന്നുണ്ട്, ഫലഭൂയിഷ്ഠമായ മേൽമണ്ണിനെ സംരക്ഷിക്കുന്നുണ്ട്. ഈ ദൗത്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. വ്യക്തിപരമായി എനിക്ക് അതിൽ നേട്ടമില്ല എന്നാണ്. ഇതിനെ ഞാനിനി ലാഭേച്ഛയിലേക്ക് ലാഭതാൽപര്യത്തിലേക്ക് മാറ്റുകയാണ്. എങ്ങനെയാണ് മാറ്റുന്നത്? അതവിടെ 5 ഏക്കർ കിടക്കുന്ന ഭൂമിയെ ആ ഭൂമിയിലേക്ക് റോഡ് വെട്ടി അതിൻ്റെ മുകളിൽ ഒരു റിസോർട്ട് പണിയും. അപ്പോൾ എനിക്ക് ലാഭകരമായി റിസോർട്ട് പണിതതോടുകൂടെ ആ ഭൂമി എനിക്ക് ലാഭകരമായി. ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? സാധാരണ മലമുകളിൽ വനപ്രദേശത്ത് മഴ പെയ്താൽ സ്വാഭാവികമായി വനങ്ങളും മണ്ണും ആ മഴയെ സ്വീകരിച്ച് പതിയെ നദികളിലേക്ക് ഒഴുക്കുവിടുന്നതാണ് പതിവ്. ഇപ്പോൾ ഞാൻ ആദായകരമാക്കുന്നതിൻ്റെ ഭാഗമായി ആ വനപ്രദേശത്ത് അശാസ്ത്രീയമായി റോഡ് വെട്ടി അശാസ്ത്രീയമായി തന്നെ റിസോർട്ട് പണിതലോടുകൂടെ വനപ്രദേശത്ത് മലമുകളിൽ പെയ്യുന്ന മഴവെള്ളത്തെ മണ്ണ് സ്വീകരിക്കുന്നില്ല. അവിടെയുള്ള സ്വാഭാവികമായ നീർച്ചാലുകൾ നഷ്ടപ്പെടുക വഴി വളരെ പെട്ടെന്ന് വനപ്രദേശത്ത് പെയ്യുന്ന വെള്ളം ചെറുതോടുകളിലേക്കും നദികളിലേക്കും എത്തി വെള്ളപ്പൊക്കവും പ്രളയമുണ്ടാകും. അപ്പോൾ ഇതിൽ നിന്ന് ഇസ്ലാമിൻ്റെ പാരിസ്ഥിതിക സമീപനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് മുന്നോട്ട് വെക്കുന്ന വലിയ ഉൾക്കാഴ്ചയും പുതിയ കാലത്ത് എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.